സാർ, ഈ ജയറാമുമായി ബന്ധപ്പെട്ട ശബരിമല വിഷയം കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അത് പോകുന്നു, അല്ലെങ്കിൽ കൂടുതൽ എന്താ പറയുക ചോദ്യം ചെയ്യലിലേക്കൊക്കെ അത് നീങ്ങുന്നു എന്നതിലപ്പുറം ഈ ജയറാമിന്റെ സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കാൻ SIT ഒരുങ്ങുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പപ്പന്റെ വായിൽ നിന്ന് പലതും കിട്ടിയിട്ടുണ്ട്. അതിൽ ജയറാമുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. മാത്രമല്ല, ഈ തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജയറാമും തമ്മിൽ ഏറ്റവും അടുത്ത ബന്ധമുണ്ട്. പക്ഷെ അതിനപ്പുറം ഈ തന്ത്രിയും ജയറാമും തമ്മിൽ ഏറ്റവും അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അങ്ങനെയാണ് എങ്കിൽ ഈ കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് അതിലൊരു തീരുമാനമാകുന്നില്ല, തന്ത്രി എന്തുകൊണ്ട് വിളിക്കുന്നില്ല എന്നൊരു ചോദ്യം വരുന്നു. പിന്നെ ജയറാമിന്റെ മൊഴിയെടുക്കാൻ സമയമെടുക്കും എന്നുള്ള വിവരങ്ങൾ പുറത്ത് എന്തോ എവിടെയൊക്കെ ഒരു ഗൂഢാലോചന നടക്കുന്നില്ലേ സാർ? ഗൂഢാലോചനയല്ല, അതിനകത്ത് വ്യക്തത അന്വേഷണ സംഘത്തിന് കിട്ടാൻ ഉണ്ടാവും. ഇതെല്ലാം കൂടെ കലങ്ങി മറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുമല്ലോ. അപ്പം ഇതിനകത്ത് ജയറാമിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ജയറാമിന് ഇതിനകത്തൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, എന്തൊക്കെയും അറിയാം എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഇവിടെ പരിശോധനയിൽ നിന്ന് ജയറാമിൻ്റെ പേരും അല്ലെങ്കിൽ ജയറാമിൻ്റെ ഇടപെടിയിലുമൊക്കെ പല ഭാഗത്തുനിന്ന് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഇപ്പം കിട്ടുന്ന വിവരം. അപ്പം ഇതിനകത്ത് തന്ത്രി കുടുങ്ങും കേട്ടോ. അതിനകത്ത് ഈ തർക്കമൊന്നുമില്ല. കാരണം നമ്മൾ ഓരോ ആൾക്കാരെ അറസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. മൂരിബാബുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ മൂരിബാബു പറഞ്ഞിട്ട് പോയെന്താണെന്നറിയാം, ഞാൻ മാസ്റ്റർ തയ്യാറാക്കി അത് കാണിച്ചു, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും കമ്മീഷണറെയും കാണിച്ചു, അവരൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാകത്തോട് കയറി. പിന്നെ പറഞ്ഞിട്ടുള്ള എന്തൊക്കെയാണെന്ന് അറിയത്തില്ലല്ലോ. പിന്നെ അവരെ പറയിക്കേണ്ടതൊക്കെ പറയാം. അപ്പം അതിനുശേഷം വാസു പോയി, ഇപ്പം പോയി. ഇപ്പം ഇദ്ദേഹം കയറുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു, ഞാനല്ല ഇതിൻ്റെ ആള്. ഉണ്ണിയണ്ണ പോറ്റി ഇതുപോലെ മന്ത്രി തലത്തിൽ നിന്ന് ഒരു അപേക്ഷ കൊടുത്തിട്ട് അവിടുന്ന് ഒരു ഡയറക്ഷൻ എൻ്റെ മേശപ്പുറത്ത് വന്നായിരുന്നു, ഞാൻ അതിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. രണ്ടാമതൊരു കാര്യം കൂടെ പപ്പൻ പറഞ്ഞിട്ടുണ്ട്, വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ആൾക്കാർ കേൾക്കണം, പ്രേക്ഷകർ കേൾക്കണം. 2007 തൊട്ട് ഉണ്ണിയണ്ണ പോറ്റി അവിടെ ഉണ്ട്, തന്ത്രിയുമായിട്ട് നല്ല ബന്ധത്തിലാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രിയുമായിട്ട് നല്ല ബന്ധത്തിലാണെന്ന് ഇദ്ദേഹം പറയുമ്പോൾ അതിനെക്കാട്ടി വലിയ ബന്ധം പപ്പനുമായിട്ടുണ്ടെന്ന് SIT കണ്ടെത്തിയിട്ടുണ്ട്. പപ്പൻ്റെ എല്ലാ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള രീതിയിലുള്ള എല്ലാ ആനുകൂല്യവും വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. കഴിഞ്ഞ ദിവസങ്ങൾ പരിശോധിച്ച് പറഞ്ഞത് പപ്പന് ദേവസ്വം ബോർഡിന് പ്രസിഡന്റ് ആകുമ്പോൾ അവിടെ VIP റൂമും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർക്ക് വന്ന് അവിടെ താമസിക്കാം. ഇത് കൃത്യമായിട്ട് 2 കൊല്ലവും വളരെ കൂടുതൽ സമയം താമസിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആൾക്കാരാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആൾക്കാർ അവിടെ താമസിക്കണമെങ്കിൽ പപ്പനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ട്? രണ്ടാമത്, ഇത്ര ബന്ധമുള്ള ഒരാൾ ഇന്നാളുമായിട്ടാണ് അവിടെ ബന്ധം 2007 തൊട്ട് ഉണ്ട് എന്ന് അദ്ദേഹം പറയണമെങ്കിൽ എന്നെ ഇന്നലെ പറഞ്ഞല്ലോ, എന്നെ നിങ്ങൾ തേടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇന്നലെ അന്വേഷണ സംഘത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്നെ നിങ്ങൾ തേടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പം ഇനി ആരെയൊക്കെ എന്നെ തേടി വന്നു, ഇനി ആരെയൊക്കെ തേടണം അത് SITക്ക് അറിയാം. എന്നാലും ഇദ്ദേഹത്തിൻ്റെ മൊഴിക്ക് കൂടുതൽ പ്രസക്തി ഉണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കുന്ന ആളല്ല ജയറാം ഇപ്പൊ വരുന്ന ആരോപണം, അതിനകത്തൊരു ശരിയില്ല, അതിനകത്ത് ചില ശരികളുണ്ട്. ജയറാം ബന്ധപ്പെടുന്ന ഉണ്ണിയണ്ണ പോറ്റിയായിട്ട് ബന്ധപ്പെടത്തില്ല. എന്തായാലും ജയറാം കടകംപള്ളി സുരേന്ദ്രൻ, ഞാൻ പറയാം, അത് ഒരു സ്റ്റാറ്റസ് ഉണ്ടല്ലോ ഓരോരുത്തർ ബന്ധപ്പെടുന്നതിന്. കടകംപള്ളി സുരേന്ദ്രന് തന്ത്രി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഈ രീതിയിലായിരിക്കുമല്ലോ അദ്ദേഹത്തിന്റെ ഒരു മാപ്പിംഗ്. അല്ലെങ്കിൽ ആ രീതിയിൽ ഉള്ള ഒരു കാര്യത്തിന് വേണ്ടി ആയിരിക്കുമല്ലോ അദ്ദേഹത്തിന് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള ബന്ധം ആ രീതിയിൽ വലിയ വലിപ്പത്തിലുള്ളതായിരിക്കുമല്ലോ. അപ്പൊ തന്നെ തന്ത്രിയും ജയറാമും തമ്മിൽ വലിയ ബന്ധത്തിലാണെന്നുള്ളതിന് തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. തന്ത്രിയുടെ സ്വന്തമാണ്, ഞാൻ പറഞ്ഞ ചുമട്ടുതൊഴിലാളി സാധനം ഇളക്കണം, നീ ഇന്നടത്ത് കൊണ്ടുപോകണം, അവിടെ കൊണ്ടുപോകണം, ബാംഗ്ലൂരിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ കാസർഗോഡ് കൊണ്ടുപോകണം, കോഴിക്കോട്ട് കൊണ്ടുപോകണം, അവിടെ പൂജ നടത്തണം, ഇവിടെ പൂജ നടത്തണം. ആരാ പറയുന്നതെന്ന് അറിയാം, തന്ത്രിയാ. ഇതിന്റെ ഡയറക്ഷൻ ഇന്നതുപോലെ ചെയ്യണം എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കക്ഷി തന്ത്രിയാ പറഞ്ഞത്. വാതിൽ പാളിയും ദ്വാരപാലക ശില്പവും ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുവച്ച് പൂജിക്ക്. അപ്പൊ ഇയാള് ചുമ്മി അവിടെ കൊണ്ടുപോകുന്നു, അവിടെ കൊണ്ടുവച്ച് പൂജിക്കുന്നു. മാത്രമല്ല, ഇതവിടെ പൂജ മാത്രമായിരുന്നില്ല ഉദ്ദേശം. ഇത് ചില ആൾക്കാർ കാണുന്നതിന് വേണ്ടി അവിടെ വരും. അപ്പോൾ അത് കാണുന്നതിന് വേണ്ടിയുള്ള അവസരം പൂജയുടെ മറവിൽ, പൂജ എന്നുള്ള രീതിയിൽ അവിടെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വർത്തമാനം കൂടി വരുന്നുണ്ട്. അപ്പം അതതിനകത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ ജയറാം ഞണ്ട അതിനകത്ത് കിടന്ന് കുട്ടി വെക്കും.
മനസ്സിലായില്ലേ? ഓ യാത ആ മനസ്സിലാക്കണം. സാറ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അതെ അതെ ഇത് അവിടെ കൊണ്ടുവച്ചിട്ട് ഇത് കാണാൻ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ അന്താരാഷ്ട്ര റാക്കറ്റിൽ അല്ലെങ്കിൽ ഇത് കൊണ്ടുപോകുന്ന ആളുകൾക്ക് കാണാനൊരു അവസരം അത് ഒരുക്കിയിരിക്കുന്നു. അപ്പൊ പൂജയാകുമ്പോൾ ആരും അത് പ്രത്യേകിച്ച് സംശയിക്കത്തില്ലല്ലോ. അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു വർത്തമാനം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ, വിചാരിക്കുന്നതിനപ്പുറം കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതിനകത്ത് ഇനി വേറെ രസമുണ്ട്. ഈ അന്താരാഷ്ട്ര റാക്കറ്റ് ഒരുപക്ഷെ ഇനി ജയറാമുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇനി അല്ല, നമ്മളങ്ങ് ജയറാമിനെ അങ്ങ് രക്ഷപ്പെടുത്താൻ നോക്കൂ. ജയറാമുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ അന്താരാഷ്ട്ര റാക്കറ്റ് ഈ ഒരു സാധനം ഇതിന്റെ പുറകിൽ വിജിലൻസോ ഇന്റലിജൻസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പുറകിലുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പോൾ പാപ്പം പറയുമായിരിക്കും ഇത് സൂക്ഷിച്ചു കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഈ ആൾക്കാരെ കാണിക്കുമ്പം ഹോട്ടലിൽ മുറി വെച്ചോ മറ്റിടത്ത് മുറി വെച്ചോ പാടില്ല. നേരം ജയറാമിൻ്റെ അടുത്ത്, ജയറാം ഒരു ഭക്തനാണ്, ജയറാമിൻ്റെ അടുത്ത് പറഞ്ഞു, ജയറാമിന് ഞാൻ എൻ്റെ ഒരു വേർഷൻ ഒന്നും പറയാം, ജയറാമിനെ ഞാനങ്ങ് നിസ്സഹായനാക്കുക. അപ്പോൾ ജയറാം പറഞ്ഞ് ഇവിടെ ശബരിമല അയ്യപ്പ സാന്നിധ്യമുള്ള സാധനം വീട്ടിൽ വെച്ച് പൂജിച്ചാൽ വലിയ ഗുണമുണ്ടാവും, ചൈതന്യം ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും, ശനിദോഷം മാറും എന്നൊക്കെ പറഞ്ഞു പുള്ളി പൂജിച്ചാന്ന് വെച്ചു. അപ്പം പൂജ കാണാൻ 2-3 പേരും തന്ത്രിയുടെ കെയർ ഓഫിൽ വരും എന്ന് പറഞ്ഞാൽ ഈ വന്നിരുന്ന അന്താരാഷ്ട്ര റാക്കറ്റിന് ഇത് കാണാമല്ലോ. അത് ജയറാം അറിയാതെ ഇത് ഓപ്പറേറ്റ് ചെയ്യാം. വേണമെങ്കിൽ ഈ തന്ത്രിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ഇത് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ മന്ത്രി ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞേ ഒക്കത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ പിടി വീണാൽ അല്ലെങ്കിൽ ഇത് കടൽ കടത്തണമെങ്കിൽ ഇന്ന രീതിയിൽ ഇന്ന റൂട്ടിലൊക്കെ പോകണമെങ്കിൽ അതിനകത്തൊരു വലിയ വലിപ്പത്തിലുള്ള ഇടപെടൽ വേണം. ഇന്ന സാധനം ഇന്നടത്ത് പോവാം. ഇപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ചുമട്ടുകാരൻ ഇത് സാധനം കൊണ്ട് പോവാ, വഴി വെച്ച് പിടിച്ചു, ഇന്നടത്ത് വെച്ച് പിടിച്ചു, എന്താ ശബരിമല സാധനം, നീ എന്താണ് അവിടെ കൊണ്ടുവന്നത്? അന്നേരം ഉടനെ ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചാൽ പോരെ, ഇതുപോലെ അത് സാധനം ഉത്തരവാദിത്തപ്പെട്ട അറിഞ്ഞാണ് കൊണ്ടുവന്നത്, വിട്ടേരെ. അപ്പോൾ അപ്പം ഇത് ഞാനീ പറഞ്ഞ ഈ 2 തൊഴിലാളികൾ വിചാരിച്ചാൽ ഇത് അന്താരാഷ്ട്ര രീതിയിൽ ഡീൽ ചെയ്യാനൊക്കത്തില്ല. അന്താരാഷ്ട്ര രീതിയിൽ ഉള്ള ഡീലിങ്സ് ഇതിൻ്റെ പുറകിലില്ലെങ്കിൽ ഇതിനകത്ത് യാതൊരു കാരണവശാലും കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ വരത്തില്ല. നക്കാപ്പിച്ച കളിക്ക് അവർ നിൽക്കത്തില്ല. ഇവരീ പറയുന്ന 1 കോടി രൂപയുടെ 69 ലക്ഷം രൂപയുടെ സ്വർണം വയ്ക്കാൻ കടകംപള്ളി വരത്തില്ല, പപ്പനും നിൽക്കത്തില്ല. കാരണം അവർ ഈ 10-40 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പൊസിഷനും ഒരു മന്ത്രിയും അല്ലെങ്കിൽ നാളെ കാലത്ത് അതിനപ്പുറം ആവാനിരിക്കുന്ന ഒരാൾക്ക് 69 ലക്ഷം രൂപ 13 പവനോ അല്ലെങ്കിൽ 30 പവനോ 3/4 കിലോ സ്വർണത്തിൻ്റെ കച്ചവടത്തിന് അവർ നിന്ന് കൊടുക്കത്തില്ല എന്ത് പറഞ്ഞാലും. അപ്പോൾ ഇതിനകത്ത് റാക്കറ്റ് ഉണ്ട്, അന്താരാഷ്ട്ര റാക്കറ്റ് ഉണ്ട്. മാത്രമല്ല ഇതിനകത്ത് വേറൊരു വല്ല വർത്തമാനം വരുന്നുണ്ട്. അതിനകത്ത് അതാ ഈ പറഞ്ഞ ഒരു പാവം പിടിച്ചവനാണോ അകത്ത് കിടന്ന് കട്ടിലേക്ക് കിടക്കുന്നത് എന്നുള്ളതായിരുന്നു നമുക്കറിയത്തില്ല. ആരാ? വാസുവിനെ ഇതിനകത്തായിപ്പോയി. പിന്നെ ചക്രവർത്തിക്കകത്ത് നമ്മുടെ അറിയാതെ കരിവാപ്പില വീണു പോകാനായിപ്പോയി. ചക്രവർത്തിക്കകത്ത് കരിവാപ്പിലേക്ക് ഒരു സാന്നിധ്യം ഉള്ളതല്ല, അറിയാതെ വീണുപോയി. അതിനകത്ത് കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നൊന്നും അറിയത്തില്ല. ഇതിനകത്ത് പപ്പൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുമ്പം ഈ സ്വർണ്ണക്കള്ളക്കടത്ത് അല്ലാതെ ഇദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടിരുന്നപ്പോൾ അനധികൃതമായിട്ട് 6 കോടി രൂപ അഴിമതി നടത്തി എന്നുള്ളത് അവിടുത്തെ വിജിലൻസ് ഉണ്ടല്ലോ, ഈ ദേവസ്വം വിജിലൻസ് കണ്ടെത്തി ഇത് റിപ്പോർട്ട് ചെയ്തതാണ്. ഇത് വെളിയിൽ കൊണ്ട് വരാതിരിക്കുന്നതിന് വേണ്ടി AKG സെന്ററിനകത്ത് വന്നു കഴിഞ്ഞാൽ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ആരായാലും നമ്മളായാലും നമ്മുടെ വീടിനകത്തൊരു പ്രശ്നം ഉണ്ടായി നമ്മൾ ഒതുക്കി തീർക്കത്തില്ല, അവിടെ വെച്ച് ഒതുക്കി വെച്ചതായിരുന്നു. അപ്പോൾ അദ്ദേഹം കുഴപ്പം മിടുക്കനാണ് ആ കാര്യത്തില്. ആ കാര്യത്തില് അദ്ദേഹത്തെ അന്ന് ഇത് നോട്ട് ചെയ്താണ് പപ്പൻ എന്നാ പുള്ളി എല്ലാം അറിയപ്പെടുന്നത്. എവിടത്തില്ല അദ്ദേഹം പണ്ട് തൊട്ടേ പപ്പൻ എന്നറിയാം, വേണ്ടപ്പെട്ട പേരാ, ഓമന പേരാ. അപ്പം ഞാനീ പറഞ്ഞു വന്നത് ഇപ്പം ഇതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ പേര് അതും ഇപ്പം ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ടാവും. ആ റിപ്പോർട്ടൊക്കെ എടുത്തിട്ടുണ്ടാവും. ആ റിപ്പോർട്ടൊക്കെ ഉണ്ടല്ലോ, അത് അമർത്തി വെച്ചെങ്കിലും തുടരന്വേഷണം ഇല്ലെങ്കിലും അന്വേഷണ റിപ്പോർട്ട് അവിടെ ഉണ്ടല്ലോ. അതൊക്കെ SIT പൊക്കുന്നുണ്ട്. മാത്രമല്ല അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഭാര്യയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയതൊക്കെ ഭാര്യയുടെയും മറ്റ് ചില ആൾക്കാരുടെയും ബിനാമികളുടെയും ഒക്കെ പേരിൽ ഉണ്ടെന്നുള്ള രീതിയിൽ കണ്ടെത്തൽ ഇപ്പം വന്നിട്ടുണ്ട്. അന്വേഷണം ജയിലിൽ പോണതിന് മുമ്പ് കുറെ റബ്ബർ തോട്ടമൊക്കെ വിൽക്കുകയും ചെയ്തു. പെട്ടെന്ന് പൊടുന്ന് തന്നെ വിറ്റു. ആണോ? അതാ. അപ്പൊ എങ്ങനെ വിറ്റാലും എവിടെ കിടന്ന് വിറ്റാലും ഇത് പ്രശ്നമാണല്ലോ. അന്വേഷണ സംഘത്തിന് നമ്മൾ ഈ ഓരോരുത്തരും ഉപദേശം കൊടുക്കുന്നത് അവിടെ എവിടെയൊക്കെ ചെന്ന് ഈ വക്കീലന്മാരത്തും ഡോക്ടറും മറ്റൊരു നിയമോപദേശം എടുത്തൊക്കെ ചെല്ലുമ്പോൾ പറയും അവിടെ വിറ്റോ, ഇവിടെ വിറ്റോ, മറ്റിടം വിറ്റോ, മറിച്ചിടം വിറ്റോ, ഇങ്ങനെ അതിനകത്തുനിന്ന് രക്ഷ വേണ്ട, ഇതിനകത്തുനിന്ന് രക്ഷപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞ് എവിടെ വിറ്റാലും അകത്ത് പോയില്ലേ. ഇത് മൊത്തം ഇനി മറുപടി പറഞ്ഞല്ലേ ഒക്കത്തുള്ളൂ. കാരണം ഇത് പണ്ടത്തെ കൂട്ടല്ല. അന്വേഷണം നടത്തുമ്പോൾ ഓരോരുത്തരുടെയും മൊഴിയെടുക്കും. ഇനി ഇവരെ എല്ലാം 4 സൈഡിൽ ഈ മൊഴി അങ്ങോട്ട് ഇരുത്തും. ഇവരെ പരസ്പരം കാണത്തില്ല. ഈ ഒരേ ചോദ്യം 4 പേരുടെ അടുത്ത് ചോദിക്കും.
അന്നേരം ഇത് നാല് ഉത്തരം വരും, അല്ലെങ്കിൽ 4 ഒരേ ഉത്തരം വരും. പിന്നെ ഇവരെ 3-4 പേരെയും കൂടി ഒന്നിച്ചിരുത്തി ഇതുപോലെ അങ്ങ് ചോദിക്കും. അന്നേരം ഇത് തെറ്റും. ആകെപ്പാട് ഇതെല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്കും കാര്യം ആലോചിക്കുക. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, സമാധാനത്തിൽ മരിക്കാൻ അല്ല, അത് എനിക്കറിയാവുന്ന വാസു മോട്ടിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ എനിക്ക് നമുക്ക് പുറമെ ഒരാളെ പറ്റി തന്നെ പറ്റി എനിക്ക് അല്ലെങ്കിൽ തന്നെക്ക് എന്നെ പറ്റി തന്നെ പറ്റി നമുക്കൊരു ഉദ്ദേശമുണ്ട്. ഇന്നതാ അത് നമുക്ക് കാഴ്ച എന്നെ പറ്റി. അപ്പൊ അതുപോലെ വാസുവിനകത്ത് ഈ ചുമ്മാതെ വേണില്ല, ശർക്കര വണ്ടിക്ക് അത് കരിവേപ്പില വേണോലായി പോയി ആ രീതി കിടക്കുകയാണെന്നാണ് തോന്നുന്നത്. ഏതായാലും പ്രായമായിട്ട് ഇനി കൊണ്ടുവന്നിട്ട് കാര്യമില്ലാത്ത ആരും രക്ഷപ്പെടുത്താനും പോകൂലേ. അല്ല, ഇതിന്റെ പുറകെ ആരും നിൽക്കത്തില്ല. ഇതിന്റെ വീണു അടിവില്ലാത്ത എരി വീഴുന്നൂല, വീണു ഇതിനകത്ത്. ഇതിന്റെ പുറകിൽ ആരും ഇല്ലല്ലോ. നമ്മുടെ ഇദ്ദേഹം പറഞ്ഞില്ലയോ, ഗോവിന്ദമായിട്ട് പറഞ്ഞില്ലയോ. പിന്നെ വേറെ രണ്ടേക്കത് പറയാൻ പറ്റും, വേറെ ആർക്കും പറയാൻ പറ്റില്ല, പുള്ളിക്ക് പറയാൻ പറ്റും. 5 പൈസയുടെ അഴിമതിയില്ല, 5 പൈസയുടെ അഴിമതി. അമ്മ തൊഴിലുറപ്പിന് പോവാ, ഇപ്പോഴും നിങ്ങൾക്കറിയോ, തള്ള തൊഴിലുറപ്പിന് പോവാ. നിങ്ങൾ വിശ്വസിക്കുവോ? അത്രയ്ക്ക് അത് 5 പൈസയുടെ അഴിമതി. പുള്ളിക്ക് പറയാം പോട്ടറാ അയാൾക്ക് പറയാം, എല്ലാം പോട്ട് പോകുന്നതിനെ ഒന്നും നോക്കത്തില്ല. അത് പുള്ളിക്ക് പറയാം, പുള്ളിക്ക് പറയാൻ അർഹതയുണ്ട്. പുള്ളിക്ക് ആ കാര്യത്തിൽ അഴിമതിക്കാരനൊന്നുമല്ല കേട്ടോ. അപ്പം മാത്രമല്ല, ഇതിനെ കയറി പിടിക്കാൻ നോക്കൂ. ഇതിനെ കയറി ഇപ്പൊ പപ്പനെയും വാസു നിരപരാധിയാണെങ്കിലും വാസുവിനെ കയറി പിടിക്കും. വാസുവിനെ കയറി പിടിച്ച പത്രക്കാലങ്ങളുണ്ടോ? വാസുവിനെ പിടിച്ചു. CPM പങ്കുണ്ട്, ഇല്ലെങ്കിൽ വിടുന്നില്ല. പപ്പനെ പിടിക്കാനൊക്കെ പോകും. അപ്പം പുറമെ പിടിക്കാനേ പറ്റത്തില്ല. ഇതിപ്പോ കൈകൊള്ളുന്ന അവസ്ഥയാ. അന്വേഷിച്ച് വരെ കോടതി ആയതുകൊണ്ട് ഇതിനെ ഇടപെടാനും പറ്റത്തില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മൊത്തം CPM-നെതിരായിട്ടുള്ളവരാ. അവരന്വേഷിച്ച് അങ്ങോട്ട് വിട്ടുകൊണ്ടിരിക്കുക. പിന്നെ ഈ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊന്നും ബാധിക്കത്തില്ല. ഇതൊക്കെ വന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എന്തൊക്കെ വന്നിട്ടും ആ കോൺഗ്രസിന് ഇറക്കമില്ലല്ലോ, എന്തൊക്കെ വന്നിട്ടും BJPക്ക് ഒരു ഇറക്കമില്ലല്ലോ. അപ്പൊ അതെന്താ? ഇതുകൊണ്ട് അടുത്ത പ്രാവശ്യം CPM അധികാരത്തിൽ വരാതിരിക്കത്തൊന്നുമില്ല. അവസാനം ഇതെല്ലാം നമ്മുടെ മുൻ BJP സംസ്ഥാന അധ്യക്ഷനും തന്ത്രിക്കും അടുത്ത ബന്ധം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പോ ഇടേണ്ടി വന്നാലോ അറിയാൻ പറ്റത്തില്ല. തന്ത്രിയൊക്കെ കയറി കെട്ടി അങ്ങ് പിടിച്ചിട്ടുണ്ട് ചില ആൾക്കാര്. മനസ്സിലായി, എന്ത് വന്നാലും തന്ത്രിയെ തരത്തിലെന്നുള്ള രീതിയിലാ ചില BJP നേതാക്കന്മാരൊക്കെ നിൽക്കുന്നത്. അപ്പം തന്ത്രിയുടെ വെളുപ്പ് കണ്ടോണ്ടാന്നോ, നീളം കണ്ടോണ്ടാന്നോ, സൗന്ദര്യം കണ്ടോണ്ടാന്നോ, അതിനപ്പുറം എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള അതിനെ പറ്റി അറിയത്തില്ല. ഏതായാലും ജയറാമും തന്ത്രിയുമായി അടുത്ത ബന്ധം അല്ല. ജയറാമിന്റെ ഇത് വെച്ചിട്ട് തന്ത്രിയുമായിട്ട് മാത്രമല്ല, ഉണ്ണിയണ്ണ തിരുമേനിയായിട്ട് ഈ പറയുന്ന തന്ത്രി ബന്ധപ്പെടുത്തി കൊടുക്കുന്ന ഈ ഉണ്ണിയണ്ണൻ തിരുമേനി എല്ലാവരും നീ പോയിട്ട് വേണം, ഞാൻ പോയിട്ട് വേണം, ഇങ്ങനത്തെ ഒരു ഐറ്റം. പക്ഷെ ആ പൈസ ഉണ്ടാക്കിയത് വേറെ കാര്യം. അല്ല, പ്രധാനപ്പെട്ട ഐറ്റം ഞാൻ ഇതൊക്കെ നേരത്തെ പറയുമ്പോൾ നിങ്ങൾ അതോടുകൂടി അവന്റെ ഒരു വരവങ്ങ് വന്നു, ഐശ്വര്യം. പീഠത്തെ കയറി പിടിച്ച ഇവനെ ആരാണ്ട് വെച്ച് ഉപയോഗിക്കാൻ നോക്കിയതാ. പിണറായി വിജയൻ എടുത്താ കളിച്ചത്. പിന്നെ പിണറായി വിജയൻ ഇപ്പൊ ചില അടി കിട്ടിയെങ്കിലും ആ പീഠത്തെ കയറി പിടിച്ച് ഇവനെ തൂക്കി ആഴത്തിട്ട് അവനൊന്നും ഇനി ഇറങ്ങി വരത്തൊന്നുമില്ല. അവന്റെ മകളുടെ വീട്ടിൽ നിന്ന് എടുത്ത് അവിടെ കൊണ്ട് വെച്ചാ കളിച്ചത്. അൻവറിന്റെ ഗതി അറിയാവോ? കളിച്ചിട്ട് ഇപ്പൊ എന്ത് ചെയ്യേ? ED വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല. CPM-ന് വേണ്ട, ലീഗിന് വേണ്ട, കോൺഗ്രസിന് വേണ്ട, ആർക്കും വേണ്ട. ചില ആൾക്കാർക്ക് കയറി കളിക്കാൻ നിൽക്കരുത്. ചില നമ്മൾ വിചാരിക്കും നോക്കുമ്പോ പിണറായി CPM ആണ്, മുഖ്യമന്ത്രിയാണ്, അത് സതീശൻ ചീത്ത പറയുന്നു, BJP-ക്കാർ ചീത്ത പറയുന്നു, മറ്റേ ചീത്ത പറയുന്നു. വൈകിട്ട് എല്ലാം കൂടെ ഫോണിലൊരു സംസാരമുണ്ട്. മനസ്സിലായില്ലേ? സതീശിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയം പിണറായിയുടെ കൈ കാണും. വെള്ളാപ്പള്ളി നടേശനെ ഭയങ്കര മൂപ്പായിരുന്നു. ഒരു പ്രാവശ്യം ഒരു പ്രസംഗത്തിന് എന്നിട്ട് പുള്ളി ഒരു പേപ്പർ എടുത്തിട്ട് മടിയിലോട്ട് ഇട്ട് കൊടുത്തു. നോക്കിയപ്പോ ബിസിനസ് കാസിന്റെ മൊത്തം കൂടെ നമ്പരാ. വെള്ളാപ്പള്ളി അന്ന് തൊട്ട് പിണറായി വിജയൻ സിന്ദാബാദ് 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 സിന്ദാബാദ്. ഇത് മനസ്സിലായി. അതുകൊണ്ട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം. ഏതായാലും ഇപ്പൊ നോക്കി അവസാനം മോട്ടിച്ചോനെയൊക്കെ പിടിക്കും, എല്ലാം കാര്യങ്ങളൊക്കെ വരും. പക്ഷെ ഈ മോട്ടിച്ചോനെല്ലാം അവസാനം വരുമ്പം പപ്പൻ ഉൾപ്പെടെ നേരത്തെ കോൺഗ്രസ് ആയിരുന്നുള്ള രീതിയിലുള്ളതായിരിക്കും കാര്യങ്ങൾ വരാൻ പോകുന്നത്. അതേ രീതിയിൽ സീൽ ചെയ്ത് CPM കൊണ്ടുവെക്കും. അതിന് യാതൊരു തർക്കവുമില്ല. അപ്പൊ ഏതായാലും നമ്മൾ പറഞ്ഞു വന്നത്, ജയറാം ഈ ബന്ധം നീ മോട്ടിച്ചിട്ടില്ലെങ്കിലും റൂട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആവശ്യമില്ല ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും തിരക്കി വരുമ്പോൾ നമ്മുടെ വാസുവിന് പറ്റിയ പോലെ ഇനിയുള്ള കാലം അഭിനയം ജയിലായാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയ്യപ്പൻ്റെ കയ്യിലിരിക്കും. അയ്യപ്പൻ അറിയാൻ കാര്യങ്ങൾ.